ഞാൻ ഒന്ന് സുനിലേക്ക് കൂടി പോയി വരാം. നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി എടുത്ത തീരുമാനമാണ്. ശ്രീ സുനിൽ നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് സുനിൽ. പറഞ്ഞു. നേരത്തെ ജിതേഷ് പറയായിരുന്നു കാച്ചിലും കിഴങ്ങൊക്കെ കഴിക്കണമെങ്കിൽ പേരാമ്പ്ര പോയി മാർക്കറ്റ് വാങ്ങി വരുന്ന അവസ്ഥയിലാണ് ചക്കിട്ടക്കാരെന്ന് പറയായിരുന്നു. സംഭവമൊക്കെ ശരിയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തത് എന്താ? ഇനി കാട്ടുപന്നിയല്ല മറ്റേത് ജീവി വന്നാലും വെടിവെക്കുമെന്നാണോ തീരുമാനം? അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ പഞ്ചായത്തിൽ 10 വാർഡുകളും വനാതിർത്തിയാണ്. ഈ വനാതിർത്തിയുള്ള കൃഷിക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റുന്നില്ല. കുരങ്ങ്, അതുപോലെ മലമാൻ, മലയണ്ണാൻ, പന്നി, മറ്റ് ജീവികളെ കൊണ്ട് ഒരു കാർഷിക ഉപജീവന പദ്ധതി എന്ന നിലയിൽ 1 രൂപയുടെ വരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് സാങ്കേതികത്വം പറഞ്ഞ് നിയമപരമായ കാര്യം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു പ്രശ്നം ഞാൻ ജിതേഷിനോട് പറയായിരുന്നു. ഈ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 51 ഒരു വലിയ പാരയാ. അപ്പൊ അത് 3 വർഷം വരെ തടവ് കിട്ടും അങ്ങനെയൊക്കെ ചെയ്താൽ. അല്ല, ഇപ്പൊ 3 വർഷമല്ല 30 വർഷം തടവ് കിട്ടിയാലും ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഭരണസമിതിയുടെ കാര്യം അല്ല, അത് ശരിയാണ്. അതുകൊണ്ട് എത്ര വർഷം തടവ് കിട്ടിയാലും കുഴപ്പമില്ല. റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു അല്ലേ? റിസ്ക് എടുക്കൂ. റിസ്ക് ഞങ്ങൾ മുമ്പ് നേരത്തെ ഒരു പേപ്പർ പഠിച്ച വിഷയമുണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ലേ? ഒരു സ്കൂളിലെ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. കാരണം നിങ്ങളെ പോലുള്ള നേതാക്കളെ ഈ അടുത്ത ഇലക്ഷനിലൊക്കെ വേണം. ജയിലിൽ പോയ പ്രശ്നമാവും. അല്ല, നമുക്ക് ജീവിച്ചിരിക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഭാവിയിൽ ആണെന്ന് പറഞ്ഞത് കാര്യമുള്ളൂ. അതുകൊണ്ട് നിവൃത്തികളുടെ മുമ്പിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ സഹിക്കാൻ കഴിയുന്നതിനപ്പുറം കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം അയാൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്. ശരിക്കും എന്താ മറുപടി പറയണ പോലെ എനിക്കറിയില്ല. നിയമം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. അത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടും ഇവരതൊന്നും കേൾക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജനങ്ങളുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, പ്രത്യേകിച്ച് നിയമം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ. താങ്ക് യു സുനിൽ.